ഹേ ഇറ്റ്സ് ആമി. ഇന്ന് നമുക്കൊരു ഇലയട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തേങ്ങയൊക്കെ എടുത്ത് പൊട്ടിച്ചു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ശേഷം അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിലിടാനുള്ള വേറെ കുറച്ച് ഫില്ലിങ്സ് റെഡിയാക്കാം. കുറച്ച് ശർക്കരയൊക്കെ എടുത്ത് നല്ലപോലെ അതിനെ പൊടി പോലെ ആക്കിയെടുക്കണം. പിന്നെ നമ്മൾക്ക് ഇലയട ഉണ്ടാക്കാനുള്ള ബേസ് റെഡിയാക്കാം. മെയിൻ ആയിട്ടുള്ള അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുക്കുക. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് മിക്സിയിൽ കുറച്ചായി ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. അടുത്തത് നമ്മളുടെ ഈ ഇലയട വെക്കാനുള്ള ലീഫ് വലിക്കാം, അതായത് വാഴയില. അത് വലിക്കാനായി ഞാനും അമ്മയും കൂടെ പോയി കുറേ ഇലയൊക്കെ വലിച്ചു. കഴിഞ്ഞ് അതൊക്കെ നല്ലപോലെ വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിൽ വെച്ചൊരു 3 വിസിൽ വരുന്നവരാക്കുക. അതിനുശേഷം എയറൊക്കെ പോയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചെറുപയർ, ശർക്കര, മാവ്, പിന്നെ തേങ്ങ. ഇനി ഇതൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്യാം. ആദ്യം മാവ് കുറച്ചെടുത്ത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇലയിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതിങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് റൗണ്ടിൽ ഇങ്ങനെ ആക്കുക. ആദ്യം കുറച്ച് തേങ്ങ ഇടാം, പിന്നെ കുറച്ച് ചെറുപയർ ഇടാം. ചെറുപയർ നമ്മൾ കൈകൊണ്ട് നോക്കി ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ സ്പൂണിലേക്ക് മാറിയിരിക്കും. പിന്നെ കുറച്ച് ശർക്കര കറക്റ്റായിട്ട് ഇടാം. എല്ലാം അത്യാവശ്യത്തിന് സെറ്റ് ആക്കിയ പോലെ ഇടണം. അതിനുശേഷം നമ്മൾക്ക് ഇല മടക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ മടക്കേണ്ടത്. അതിനുശേഷം പാത്രത്തിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മൾ അവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്ത് വെച്ച് അടച്ച് വെക്കാം. ഞാനൊരു 3:30 ആകുമ്പോൾ വെച്ചിട്ട് ഒരു 3:50 ആകുമ്പോഴാണ് എടുത്തത്. കറക്റ്റ് ആയിരുന്നു. കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനും ഇങ്ങനെ ഇലയിൽ നിന്ന് വിട്ട് വരണം. ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് പുറത്ത് വെക്കുക, പ്ലേറ്റിലേക്ക് ഇടുക, ടേസ്റ്റ് ചെയ്യുക, അതായത് കഴിക്കുക. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാം. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ.